യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ രൂപതകളുടെയും സമർപ്പിതരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെക്കുറിച്ച്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചിലപ്പോഴൊക്കെ വലിയ ഫീസ് ഈടാക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ട ആളുകൾക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് ഈ ആഴ്ചയിൽ മറ്റൊരു മേഖലയുമായി നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ആതുര സേവന മേഖലയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാൻ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കത്തോലിക്ക സഭയിൽ ആതുര സേവന രംഗത്ത് ലോകം വ്യാപകമായിട്ട് ഒത്തിരി കാര്യക്ഷമമായിട്ട് ധാരാളം ആശുപത്രികൾ നിലവിലുണ്ട്. ഒത്തിരി നന്മകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിന് യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ സാധിക്കുക? സഭയുടെ ആരംഭം മുതൽ രോഗികളുടെ സൗഖ്യത്തിനായിട്ടുള്ള ആശുപത്രികൾ, സ്ഥാപനങ്ങൾ സഭ ആരംഭിക്കുകയും അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും എവിടെയെല്ലാം സഭയുണ്ടോ അവിടെയെല്ലാം ആശുപത്രികൾ, ഡിസ്പെൻസറികൾ ഉണ്ട്. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത്, രോഗീ ശുശ്രൂഷ രംഗത്ത് സഭ എക്കാലവും നിസ്തുലമായിട്ടുള്ള സേവനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, കർത്താവായ ഈശോയുടെ പരസ്യജീവിതകാലത്ത് അവിടുന്ന് രോഗസൗഖ്യം അനേകർക്ക് നൽകുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ നല്ലൊരു ശതമാനം അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങളുടെ അത്ഭുതങ്ങളാണ്. അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ രോഗികളെ സുഖപ്പെടുത്തുക, സുവിശേഷം പ്രഘോഷിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ പുറത്താക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുക അപ്പസ്തോല പ്രവർത്തനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യം അപ്പസ്തോലന്മാർ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രോഗികൾക്കുള്ള സൗഖ്യം നൽകൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. ആ ശുശ്രൂഷ സഭയെ ഏൽപ്പിച്ചു. ഇതിന് ഒരു ഗ്രീക്ക് പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൻ്റെ അങ്ങനെ ഒരു ശാസ്ത്രമായിട്ട് രൂപം കൊള്ളുന്നത് ഗ്രീസിലാണ്. അപ്പം ഈ ഡോക്ടർമാരുടെയൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗ്രീസിൽ ഹിപ്പോക്രാറ്റസ് ആണ്. ഇന്ന് ഡോക്ടർമാർ അവർ പ്രതിജ്ഞ ചെയ്യുന്നത് ഹിപ്പോക്രാറ്റസിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വൈദ്യശാസ്ത്രത്തിൽ ഹീലിങ്ങിന് പറയുന്ന ഒരു ഗ്രീക്കിൽ പറയുന്ന പേര് തെറപ്പെവോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്, ടു ഹീൽ. അപ്പം ഗ്രീക്ക് ദർശനത്തിൻ്റെ ഗ്രീക്ക് സങ്കല്പത്തിൽ ഹീൽ ചെയ്യുക, സൗഖ്യമാക്കുക എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ജോലിയാണ്. നമുക്കറിയാം, പല ദൈവങ്ങൾ
ഗ്രീസിലുണ്ടായിരുന്നു. അപ്പം ദൈവങ്ങളുടെ ജോലിയാണ് ഈ ഹീൽ ചെയ്യുക, രോഗസൗഖ്യം നൽകുക. ഇപ്പോൾ രോഗസൗഖ്യം നൽകുന്ന മനുഷ്യർ ദൈവങ്ങളുടെ ജോലിയിലുള്ള പങ്കാളികളാണ്. അതൊരു ഡിവൈൻ ശുശ്രൂഷയാണ്, അത് ദൈവികമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രത്യേകമായ വിധത്തിൽ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങനെ. അപ്പോൾ ഇപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം നൽകുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർ പറയും, എനിക്ക് ദൈവം കഴിഞ്ഞാൽ ഡോക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, കാരണം എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകിയത് ഡോക്ടറാണ്. അപ്പം നഴ്സുമാർ ഇങ്ങനെയുള്ള ആൾക്കാർ അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് സാധാരണ മനുഷ്യർ കാണുന്നതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവായ ഈശോ ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു ദൈവിക ശുശ്രൂഷ കൂടിയാണ്. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കുചേരൽ അത് ദൈവികമായിട്ടുള്ളതാണ്. അതായത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന, ദാനമായിട്ട് നൽകിയിരിക്കുന്ന ജീവൻ നിലനിർത്താനായിട്ടും അത് വളർത്താനായിട്ട് പരിപോഷിപ്പിക്കാനായിട്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾ വാസ്തവത്തിൽ വലിയൊരു സാക്ഷ്യമാണ്, ക്രിസ്തുവിന് വലിയൊരു സാക്ഷ്യമാണ് നൽകുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു, ജീവൻ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്, ഹീൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹീലിങ് പലതരത്തിലുള്ള ഹീലിംഗ് ഉണ്ട്. ശരീരത്തിൻ്റെ സമഗ്ര മനുഷ്യൻ്റെ ഹീലിംഗാണ്, സൗഖ്യമാണ്. അപ്പോൾ അത് മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആശുപത്രികൾ വഴിയായിട്ട് പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ സൗഖ്യവും മനസ്സിൻ്റെ സൗഖ്യവും, കാരണം രോഗങ്ങൾ പലപ്പോഴും മനസ്സുമായിട്ടോട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്, ആ സൗഖ്യം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സഭയുടെ ഈ ശുശ്രൂഷ വഴിയായിട്ട്, ഹോസ്പിറ്റൽ ആശുപത്രികൾ വഴിയായിട്ട്, ഡിസ്പെൻസറികൾ വഴിയായിട്ടൊക്കെ നൽകിയിരിക്കുന്ന ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കുപറ്റലും അവിടുത്തെ സ്നേഹവും കരുണയും കരുതലും വെളിപ്പെടുത്തുന്നതാണ്. ഇതൊരു പുതിയ വെളിപ്പെടുത്തലാണ്, ഏതായാലും ഒരു പുതിയ ഉൾക്കാഴ്ച. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തെ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രമാത്രം ആളുകൾക്ക് ഇതൊക്കെ ഉൾക്കാഴ്ച ഉണ്ടെന്നുള്ള കാര്യം സംശയമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ നമ്മൾ ഒരുപാട് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഈ മേഖല വലിയ ഒരു വെല്ലുവിളി, അതായത് ഒരു മത്സര രംഗത്തിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താ അച്ഛന് പറയാനുള്ളത്? ഈ അടുത്ത കാലം വരെയും ഈ രോഗി ശുശ്രൂഷ രംഗത്ത് ലോകത്തിലെല്ലായിടത്തും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത് സഭയാണ്, ഗവൺമെൻറ്റും അല്ല, അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളോ വ്യക്തികളോ അല്ല. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രികൾ കൂടുതലും നടത്തിയിരുന്നത് സഭാ സമൂഹങ്ങളാണ്. അത് കത്തോലിക്കരുമുണ്ട്, അതുപോലെ തന്നെ ആ കത്തോലിക്കരായിട്ട് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും കൂടുതലായിട്ട് ഈ അടുത്ത കാലം വരെ നടത്തിയിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ചില ആശുപത്രികളുമുണ്ട്, അത് ശരിയാണ്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിലൊക്കെ മിഷണറിമാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഡിസ്പെൻസറികളെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഏതാണ്ട് ഒരു 10-50 കൊല്ലമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല സമൂഹങ്ങളും സമുദായങ്ങളും അതുപോലെ വ്യക്തികളും ഈ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് തന്നെ ഈ ആശുപത്രികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആശുപത്രികൾ, നമ്മുടെ ആശുപത്രികളും, അതായത് സഭാ സമൂഹങ്ങളുടെ ആശുപത്രികളും വ്യക്തികളുടെ ആശുപത്രികളും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, ഹീലിംഗ് രണ്ടിടത്തും നടക്കുന്നുണ്ട് എങ്കിലും ഒരു പ്രോഫിറ്റ് മോട്ടീവ്, കച്ചവടക്കണ്ണാണ്, ഒരു കച്ചവടക്കണ്ണ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭത്തിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പം തങ്ങൾ മുടക്കുന്ന മുതൽ അത് പലിശ സഹിതം കിട്ടണം, അതൊരു ലാഭം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന
രോഗസൗഖ്യത്തിനായിട്ട് കടന്നു വരുന്ന ആളുകളെ വീക്ഷിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. മറ്റേതെന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയുടെ ഒരു തലത്തിലേക്ക് നിന്നുകൊണ്ടാണ്. അവനെ ഞാൻ ശുശ്രൂഷ ചെയ്യണം, അവന് ഹീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ലാഭത്തിൻ്റെ മോട്ടീവ് ഇല്ല. അതാണ് തമ്മിലുള്ള വലിയൊരു വ്യത്യാസമായിട്ട് വരുന്നൊരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഇതൊരു മത്സരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സാർ ചോദിച്ച ഒരു കാര്യം ശരിയാണ്. ഇതൊരു മത്സര രംഗം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ കത്തോലിക്ക ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. സാറിനൊക്കെ ഒരുപക്ഷെ നന്നായിട്ട് അറിയാമായിരിക്കാതെ ചിലരെങ്കിലും പറയുന്നത് ഇതും ഒരു ലാഭ കച്ചവടമാണ്, കച്ചവടത്തിൻ്റെ രംഗത്തേക്ക് സഭയും വന്നു, പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ പണ്ട് ഒരാശുപത്രികളിൽ പോയി 2 ദിവസം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആശുപത്രി പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ആകുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതും ഈ സമയത്ത് പരാമർശിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതായത് ഈ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ രോഗികളെ കാണുന്നത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണോ? അതെ. ആ ഒരു കാഴ്ചയിലാണ്, ഒരു കമേഴ്ഷ്യൽ ആറ്റിറ്റ്യൂഡിലാണ്. പക്ഷെ നമ്മൾ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല. ഒരു രോഗിയെ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ടും യേശുവിൻ്റെ കാണോടുകൂടി കാണുന്ന ഒരു ചിന്തയുണ്ട്. ആ വീക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു ആശുപത്രികൾ തമ്മിലുള്ളൊരു മത്സരം എന്നൊക്കെ നിലവിലുണ്ടെന്നൊക്കെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ആ മത്സര രംഗത്ത് സഭ നടത്തുന്ന ആശുപത്രികളും വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. ആ മത്സര രംഗത്ത് എന്ന് ചോദിക്കുമ്പോൾ, ആ മത്സരരംഗത്ത് സഭയിൽ നടത്തുന്ന ആശുപത്രികൾ വന്നിട്ടില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. എങ്കിലും നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. അപ്പോൾ പണ്ടത്തേതുപോലെയല്ല, പണ്ടത്തേതിനേക്കാളും പുതിയതായിട്ടുള്ള ഒരുപാട് രോഗങ്ങളുണ്ടായിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ഉദാഹരണമായിട്ട് കോവിഡ് പോലെയുള്ള മഹാമാരികളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നും കേട്ടിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ പുതുതായിട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിർണയത്തിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്, ചികിത്സാ രീതികളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നൊരു കാര്യമാണ്. പുതിയ രോഗങ്ങൾ, രോഗനിർണയത്തിൻ്റെ രീതികൾ, ചികിത്സാ രീതികൾ, അപ്പോൾ ഇതിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നൂതനമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ മാത്രമേ ഈ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ രോഗങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ല, പണ്ടൊക്കെ ഏറ്റവും കൂടി വന്ന ഒരു ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്റേ ആണ്. എക്സ്റേക്ക് അപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇന്ന് അതിനപ്പുറം സ്കാനിങ്, പല വിധത്തിലുള്ള സ്കാനിങ്ങുകളും അതുപോലെയുള്ള യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം കൃത്യമായിട്ടുള്ള രോഗനിർണയം നമുക്കിന്ന് സാധ്യമാണ്, മിക്കവാറും സാധ്യമാണ്. ബ്രെയിനിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഏത് ഇൻറ്റേർണലായിട്ടുള്ള ഓർഗനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തത്തിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ചികിത്സ മരുന്നുകളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരി. അപ്പോൾ ഇതിന് പഴയതിനേക്കാളും ഈ പറയുന്നത് പോലെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുകയും ചികിത്സാ രീതികൾ ഉപയോഗിക്കുകയും മരുന്ന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പഴയതിലും പല കാര്യങ്ങളിലുമൊക്കെ ഈ ആശുപത്രികളുടെ സംവിധാനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് തന്നെയല്ല, ലേറ്റസ്റ്റ് ഇപ്പോൾ ശസ്ത്രക്രിയ പോലും നടത്തുന്നത് റോബോട്ടുകളാണ്. അതെ, റോബോട്ടിക് സർജറി വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ചികിത്സാ ചെലവുകളും കൂടും എന്നുള്ളതാണ് നാച്ചുറൽ. ഉദാഹരണമായിട്ട് ആശുപത്രി സംവിധാനം, പഴയ സംവിധാനത്തിൽ കൊണ്ട് ഇപ്പോഴത്തെ ചികിത്സ നടത്താനായിട്ട് പറ്റത്തില്ല. ആശുപത്രികൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, അതിനു വേണ്ട മെഷീൻസുകൾ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കുമ്പോഴത്തേക്കും ചികിത്സാ രീതികൾ ഇതെല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ശമ്പളം പണ്ടത്തെ ശമ്പളം പോലെയല്ല ഇപ്പോഴും. കാരണം പണ്ട്
പഠിക്കാനായിട്ട് ഇന്നത്തേതുപോലെ ഇന്നത്തെ തരത്തിലുള്ള ഒരു ഫീസ് കൊടുത്താൽ പോരാ. ഭീമമായിട്ടുള്ള ഫീസ് കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഡോക്ടർമാരാകുന്ന വിദ്യാഭ്യാസമൊക്കെ നേടുന്നെന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിത ചെലവിലുള്ള വർധന, അത് വലിയ കാര്യമാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പഴയ ഞാൻ സാധാരണഗതിയിൽ ചിലപ്പോഴെങ്കിലും മനുഷ്യർ പറയുന്ന പണ്ടത്തേതിനേക്കാളും വലിയ ഒരു തുകയാണ് ആശുപത്രികൾ ഈടാക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നീതീകരിക്കുകയല്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മൾ ഈ പണത്തിൻ്റെ മൂല്യത്തിലുള്ള വ്യത്യാസവും കൂടി നമ്മൾ കാണണമല്ലേ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പഴയതിനേക്കാളുമൊക്കെ കൂടുതലായിട്ടുള്ള ഡോക്ടർമാർക്ക്, മറ്റ് നഴ്സുമാർക്ക്, മറ്റ് സ്റ്റാഫുകൾ, ഇവർക്കുള്ള ഉള്ള ഫീസുകൾ, പിന്നെ ഈ ഒരു ആശുപത്രി നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇതെല്ലാം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തുകയുണ്ട്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും പഴയതിനേക്കാളും വലിയ ഫീസ് ഇന്ന് ഏത് ആശുപത്രിയിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ആശുപത്രികൾ, സഭ നടത്തുന്ന ആശുപത്രികളും മറ്റ് ആശുപത്രികളും തമ്മിൽ തീർച്ചയായിട്ടും ഈ ഫീസിൻ്റെ കാര്യത്തിൽ തന്നെ, ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിൽ തന്നെ വ്യത്യാസമുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ആശുപത്രികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മിതമായിട്ടുള്ള ഒരു ചികിത്സ ഫീസാണ് മേടിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കും വ്യക്തിപരമായിട്ട് ചില സ്ഥാപനങ്ങൾ അറിയാം. ഉദാഹരണമായിട്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലും വ്യക്തിപരമായിട്ടുള്ള അനുഭവം മാത്രമല്ല, മറ്റാളുകൾ പറയുന്ന അതിൽ കേട്ടിട്ടുള്ള ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ജില്ലയിൽ കത്തോലിക്ക സഭ നടത്തുന്ന ഒരു ആശുപത്രി, അറിയപ്പെടുന്ന ഒരാശുപത്രി, അത് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ആശുപത്രിയാണെന്ന് ഓർക്കണം. അറിയപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരാശുപത്രി. ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് നിന്ന് വളരെ അകലെയുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകൾ കൂടിയാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നതും സൗഖ്യം പ്രാപിച്ചു പോകുന്നതും എന്ന് പറയുന്നത്. അത് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിൽ വരുന്ന രോഗികളിൽ ചിലരെങ്കിലും ക്രൈസ്തവ സമുദായത്തിലുള്ള ആളുകളല്ല കൂടുതൽ വരുന്നത്, മറ്റു സമുദായങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് ശുശ്രൂഷ ഈ പറയുന്ന ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന അല്ല ചികിത്സ തേടുന്നതും രോഗസൗഖ്യം പ്രാപിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ സമുദായങ്ങളിലുള്ള വ്യക്തികൾ ആശുപത്രികൾ നടത്താത്തത് കൊണ്ടല്ല. അവർക്ക് കേരളത്തിൽ പലയിടങ്ങളിലും ആശുപത്രികൾ, വലിയ ആശുപത്രികൾ, അറിയപ്പെടുന്ന ആശുപത്രികളുണ്ട്. പക്ഷേ ആ ആശുപത്രികളിൽ പോകാതെ ഇവിടെ വന്ന് ചികിത്സ തേടുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്ന്, നല്ല ചികിത്സ കിട്ടുന്നു എന്നുള്ളതാണ്, കരുതൽ ഉള്ളതാണ്. സഭ നടത്തുന്നത് കൊണ്ട് രോഗി പരിചരണം കിട്ടുന്നുണ്ട്. അവരോട് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലല്ല അവരെ കാണുന്നുള്ള. അപ്പോൾ സ്നേഹപൂർണ്ണമായിട്ടുള്ളൊരു പരിചരണം കിട്ടുന്നുണ്ട്, ഒരു സാന്ത്വനം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫീസ് കുറവുണ്ട്. അല്ല, ഈ നഴ്സിംഗ് കെയറിൻ്റെ കാര്യത്തിൽ അത് എപ്പോഴും കത്തോലിക്ക സ്ഥാപനങ്ങൾ മുൻപന്തിയിലാണ്, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത്രയും കെയർ വേറെ ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ക്വാളിറ്റി, സർവീസിലുള്ള ക്വാളിറ്റിയിലും ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. മെച്ചപ്പെട്ട ഒരു ശുശ്രൂഷ, സ്നേഹമസൃണമായിട്ടുള്ളൊരു ശുശ്രൂഷ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യരെന്നുള്ള നിലയിൽ ചില കുറവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ചിലപ്പോൾ ചില അവസരങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് പലപ്പോൾ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാകുന്നു, രോഗികളെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, തക്ക സമയത്ത് ഇടപെടാത്തതുകൊണ്ട് ചിലപ്പോൾ ചില മരണങ്ങളൊക്കെ സംഭവിച്ച കേസുകളൊക്കെ ചുരുക്കം ചില അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ജാഗ്രത ആവശ്യമാണ്. അതും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാര്യം പറയാം, ഇപ്പോൾ ഒരു രോഗി മരിക്കുന്നു, കൊണ്ടുവരുന്നു. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന ഒരു രോഗി മരിച്ചു കഴിയുമ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു, അദ്ദേഹത്തെ കെയർ ചെയ്യാനായിട്ട് ഒരല്പം താമസം ഉണ്ടായി, ആൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ രോഗിയുടെ ബന്ധുക്കളെന്ന് പറയുന്നത് വളരെ വേദനയിലും
വളരെ ഒരു പ്രയാസത്തിലുമൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഇമോഷണലായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായെന്നുള്ളത് സ്വാഭാവികമാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ അവരും മനസ്സിലാക്കും ഇങ്ങനെയായിട്ടുള്ള കാര്യം. നമുക്ക് ഡോക്ടർ പെട്ടെന്ന് വന്നെന്ന് വരികയില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി ആയിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അത് ഏത് ആശുപത്രിയിൽ സംഭവിക്കാം. പക്ഷേ നമ്മൾ സാറ് പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യത്തിൽ കരുതൽ, ശ്രദ്ധ എടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. മറ്റൊരു ഇതിനെക്കുറിച്ച് കൂടുതൽ മറ്റൊരു മേഖലയിലേക്ക് വന്ന് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ വൈദ്യ രംഗത്തുള്ള അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ അവരോട് ചിലപ്പോഴൊക്കെ വേണ്ടത്ര നീതി പുലർത്തുന്നില്ല, ന്യായമായ വേതനം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവിടെയൊക്കെ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു സേവനമാണെങ്കിലും ഈ സേവന രംഗത്തേക്ക് വരുന്ന വ്യക്തികൾ, അത് ഡോക്ടർമാരായിക്കൊള്ളട്ടെ, നഴ്സുമാരായിക്കൊള്ളട്ടെ, മറ്റു ഓക്സിലറി സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, ഇവർ വരുന്നത് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടി തേടിയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവം എന്നാണ്. അത് നമ്മുടെ ഈ ബൈബിളിലും അതുപോലെ തന്നെ നീതിയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടിലുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഇതാണ്, വേല ചെയ്യുന്നവന് അവന് അർഹിക്കുന്ന കൂലി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്, വേതനം കൊടുക്കുക എന്നുള്ളതാണ്. സഭ അതിനെപ്പോഴും ആ കാര്യത്തിൽ സഭയുടെ നിലപാട് അങ്ങനെയാണ്. ഒരു ജോലിക്ക് അനുസരിച്ചുള്ള വേതനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നീതി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, അത് ന്യായമായിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് സഭ കൊടുക്കേണ്ടതാണ്. ഇനി അത് അതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസ സഭയാണെങ്കിൽ പോലും ആ സന്യാസഭ പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ശമ്പളവും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യും എന്നുള്ളതാണ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ശമ്പളത്തെ സംബന്ധിച്ചുള്ള, നഴ്സുമാരുടെയൊക്കെ ശമ്പളത്തെ മിനിമം സാലറിയൊക്കെ ഉണ്ട്. ആ സാലറി അനുസരിച്ചാണ് കൊടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത്. കാരണം പല ആശുപത്രികളും ആ രീതിയിൽ കൊടുക്കുന്നതായിട്ട് എനിക്കറിയാം. അപ്പം മറ്റ് കൊടുക്കാത്ത ആശുപത്രികളെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ആശുപത്രികൾ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീതി അനുസരിച്ച്, സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് നീതിയുടെ ഒരു കാര്യം കൂടിയുണ്ട്, അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സാറ് പറഞ്ഞപ്പോൾ സഭയുടെ ഭാഗത്തും നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം, ഒരു പെരുമാറ്റം നടത്തേണ്ടതാണ് സഭയിലെ ഈ പറയുന്ന ആശുപത്രിയിലെ അധികാരികൾ. അതോടൊപ്പം തന്നെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഡോക്ടർമാർ, നഴ്സുമാരും ഓക്സിലറി സ്റ്റാഫും എന്ന് പറയുന്നത്. കാരണം ഇതൊരു സേവനം കൂടിയാണെന്നുള്ളതാണ്. ഒരു മനുഷ്യ നന്മ മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള സഭയുടെ ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാനായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് സഭയുടെ ഈ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ആ രീതിയിൽ ഈ ശുശ്രൂഷയെ അവർ കാണേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ചില ആശുപത്രികളിൽ ഡോക്ടർമാർ, സമർത്ഥരായിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ ആശുപത്രികളിലൊക്കെ നമ്മുടെ മാത്രമല്ല മറ്റു ആശുപത്രികളിലൊക്കെ കൂടുതൽ ശമ്പളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ശമ്പളം ലഭിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നിടത്തേക്ക് പോകാനായിട്ടുള്ള അങ്ങനെ ക്യാൻവാസിംഗ് ഒക്കെ ആശുപത്രികൾ തമ്മിൽ നടത്തുന്ന അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാത്തിനും ന്യായം എന്ന് പറയുമ്പോഴത്തേക്കും, ന്യായം ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ന്യായത്തെക്കുറിച്ച് പറയുമ്പോഴും അന്യായമായിട്ടുള്ള ശമ്പളം വാങ്ങിക്കുന്നതും അത് ന്യായരഹിതമായിട്ടുള്ള, നീതിരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മാനവരാശിക്കുള്ളൊരു കോൺട്രിബ്യൂഷനും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യജീവിത സമ്പത്ത് കൊണ്ടല്ല
ധന്യമാകുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം പലപ്പോഴും അവരുടെ കാഴ്ചപ്പാട് അവരൊരു ഉദ്യോഗസ്ഥരാണെന്നുള്ള ഒരു ചിന്ത വിട്ടിട്ട് അതൊരു വിളിയാണ്. കാരണം മനുഷ്യരായിട്ട് ഇടപെടുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ഒക്കേഷനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ സമീപിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സമീപനം അവർക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും ഇതൊരു ഉദ്യോഗമായിട്ട് ഒരു ബാങ്ക് ഉദ്യോഗം പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്യോഗം പോലെ ആ ഒരു കാഴ്ചപ്പാട് മാറി ഇതൊരു ദൈവവിളിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആണെങ്കിൽ ഇതുപോലെയുള്ള പണത്തിന് വേണ്ടിയുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അമിതമായ മോഹമോ അവർക്കുണ്ടാകില്ല എനിക്ക് തോന്നുന്നു. സാർ പറഞ്ഞത് പൂർണ്ണമായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ എൻ്റെ ചിന്തയിലനുസരിച്ച് തോന്നുന്നു മഹാഭൂരിപക്ഷം ഡോക്ടർമാരും ഇന്നും ആ ഒരു ചൈതന്യത്തോടു കൂടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, അവരുടെ ജോലി നിർവഹിക്കുന്നുള്ളതാണ് മഹാഭൂരിപക്ഷവും എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മളെ ഈ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് കത്തോലിക്ക സഭയിൽ ആതുര സേവന രംഗത്ത് പ്രത്യേകിച്ച് ആശുപത്രികൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലോകം മുഴുവനിലും ആതുര സേവന രംഗത്ത് രോഗി പരിചരണ കാര്യത്തിൽ വലിയ മുന്നേറ്റം നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിനെതിരായിട്ട് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.